വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വാട്ട ഈറ്റിംഗ് ഡേ ആണ് എടുക്കാൻ പോകുന്നത്. ഇന്ന് സൺഡേ ആട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് രാവിലെ ചായ ഇടാൻ പോവുകയാണ്. ഇത് കത്തിക്കണം. എപ്പം കത്തിച്ചാലും ഞാൻ കത്തിക്കുമ്പോൾ മാത്രം അത് കത്തൂല. ചായ കുടിക്കാൻ രാവിലെ നമ്മൾ ചിലപ്പോഴേ അങ്ങനെ കുടിക്കാറുള്ളൂ. ചിലപ്പോൾ കാപ്പി ആയിരിക്കും, ചിലപ്പോൾ ഞാൻ കുടിക്കാറേ ഇല്ല. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലയും. ഇതിന് പുട്ടുണ്ടാക്കാൻ പോകാം. ഇതാണ് നമ്മുടെ അടുത്തത്. ധീരചേട്ടൻ ഗോതമ്പ് പുട്ട് നനയ്ക്കുന്നു. നല്ല മണമല്ലേ? ധീരചേട്ടൻ ഇന്നലത്തെ നെത്തോലിക്കറിയും കടലയും പുട്ടും. എനിക്ക് ഓരോ പുട്ടും ഒരു കടലും. പിന്നെ നമ്മളൊരു ഉച്ചയ്ക്കൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ജസ്റ്റ് ലൈറ്റായിട്ട് സ്മൂത്തി അടിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ കുറച്ച് സ്ട്രോബെറിയും പിന്നെ കുറച്ച് ബ്ലൂബെറിയും കൂടെ എടുത്തു. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയാൽ മതി. പിന്നെ അതിനുശേഷം നമ്മളൊരു ജാറിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും പാലും തൈരും പിന്നെ അതുപോലെ തന്നെ മുസ്ലി ഓട്സും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. പെട്ടെന്ന് 3 ചെറിയ എടുത്തിട്ടോ. എന്നിട്ട് ഞാൻ തന്നെ കുടിച്ചിട്ട് സൂപ്പറാണ്. ഞാൻ തന്നെ അടിച്ചു. ഈവനിങ്ങിൽ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്കും ടെസ്കോയിൽ കയറിയിട്ട് ബേക്കറി സെക്ഷനിലോട്ട് പോയിട്ട് ഡോണറ്റൊക്കെ കഴിക്കാനായിട്ട് എടുത്തു. പക്ഷെ എനിക്കതത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിനി നൈറ്റ്, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ ബ്രഞ്ചായിരുന്നു കേട്ടോ. കാര്യം 11 മണി ഉച്ചയ്ക്കൊരു ആ ഒരു ടൈമിലായപ്പോഴാണ് നമ്മൾ കഴിച്ചത്. പിന്നെ കാര്യം ഇവിടെ അങ്ങനെയാണ്, കറക്റ്റ് നമുക്ക് 3 നേരം ഫുഡ് കഴിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഇടയ്ക്ക് വിശക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നൈറ്റൊന്നും അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഇനി രാത്രി എന്താ ഉണ്ടാക്കാൻ പോണേ എന്ന് ഐ തിങ്ക് ബിരിയാണി വയ്ക്കാനാണൊരു പ്ലാൻ. നോക്കാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. ശില്പ കഷത്തിലെന്തോ ശില്പ നാരങ്ങ
കുടുംബ വഴക്ക് വരെ ഇതിനകത്ത് വരണം. സീരിയലായിട്ട് ഇറക്കാം നമുക്കിത്. ആ ശരി, മനസ്സിലായി. കഴിഞ്ഞോ? അതൊക്കെ വേണമായിരുന്നു ശില്പേ. മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി റൈസ് ഇടുന്നേ. നീ ഒന്ന് കൊണ്ട് വരുമോ? ചോദ്യം ചോദിക്കാതെ എന്തൊക്കെ വേണമെന്ന് പറ. എല്ലാം എടുത്തോ. പുളി, ഉലുവ, മറ്റേ ധീരജ സീരിയസ് ഫേസ് ഒന്ന് കാണിച്ചേ, നോക്കട്ടെ. അതിന് പറ്റൂല. ശില്പ എന്തൊക്കെ പൊടി എടുത്തു? ശില്പ എന്തൊക്കെ പൊടി എടുത്തത്? മഞ്ഞൾ, കുരുമുളക്, ചിക്കൻ മസാല, ഗരം മസാല. അതൊന്നും ഇറങ്ങിയ വയറ് പറയല്ലേ. രാവിലെ മുതൽ ഇങ്ങനെ കറക്റ്റ് വയറ് ഇതിപ്പോ എത്രാമത്തെ തുറക്കണേ? കടുക്കെടുത്തില്ല. ഇതെല്ലാം ചെയ്യും. ഇപ്പഴും അവിടെ തന്നെ എന്ത് ചെയ്താലും അവിടെ ചെയ്താ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവൻ പറയുന്നത് എന്തെന്നറിയാം, ഇവര് രക്ഷപ്പെടാന്ന് പറയുന്നേ. അതല്ലേ അവൻ മരിക്കും. നീ ചാവും. നമ്മുടെ ബിരിയാണി റെഡി. കഷ്ടപ്പാടുകൾക്ക് ശേഷം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വാട്ട 18 ഡേ. എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, വ്യത്യാസങ്ങൾ കാണും. എപ്പം വ്ളോഗ് എടുക്കാൻ ഇറങ്ങിയാലും വ്ളോഗ് എടുക്കാൻ ഇറങ്ങണമെന്നല്ല, അല്ലാണ്ടും ഇതുപോലെ പല ഇതും ഓരോന്നൊക്കെ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ